ഫെബ്രുവരി 23 ജർമ്മനിയിൽ ഇലക്ഷനാണ്. പോൾ സർവേസ് ഒക്കെ വരുന്നു. അതായത് AfD, ആൾട്ടർനേറ്റീവ് ഫോഴ്സ് ജർമ്മനി, അവർ 2ാം സ്ഥാനത്ത് വരുമെന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നു. ഇത്ര % വോട്ട് പിടിക്കും. ചില പത്രങ്ങൾ അവർ വിജയിക്കുമെന്ന് പറയുന്നു. അവർ തീവ്ര വലതുപക്ഷമാണ്. അവരുടെ ക്യാമ്പയിനാണ് ഇപ്പോൾ ഏറ്റവും വലിയ കോൺട്രവേഴ്സി ലോകം മുഴുവൻ. അവരെന്താ ക്യാമ്പയിൻ ചെയ്തത്? അതായത് എയർ ടിക്കറ്റിന് സമാനമായ ഒരു സാധനം അച്ചടിക്കുന്നു. എന്നിട്ട് അത് ഈ പറയുന്ന ഇമിഗ്രൻസ് ആയിട്ട് താമസിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അതായത് ഓരോ ജർമ്മൻ വോട്ടേഴ്സിനെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. ഇതാണ് അവർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മാറ്റം. അതായത് ഇമിഗ്രൻസ് ആയിട്ട് മുസ്ലിങ്ങളായിട്ട് ജർമ്മനിയിൽ താമസിക്കുന്നവരെ തിരിച്ചുവിടും. അത് എക്കണോമി ക്ലാസ് ടിക്കറ്റ് ആയിരിക്കും, അവരെ തിരിച്ചു പറഞ്ഞു വിടും. ഇത് വലിയ പ്രതിഷേധമുണ്ടായി ലോകം മുഴുവനും. പക്ഷേ ജർമ്മൻകാരും മറ്റുള്ള പൊളിറ്റിക്കൽ പാർട്ടി അവർ സൈലൻ്റ് ആയിപ്പോയി. കാരണം ജർമ്മനി ഇലക്ഷൻ്റെ ഒറ്റ ഒരു അജണ്ടയേ ഉള്ളൂ, അവിടെയുള്ള മുസ്ലിങ്ങളെ പറഞ്ഞു വിടണം, വേറൊന്നുമില്ല. ചിലപ്പോൾ ജർമ്മനിയുടെ ലോകത്തിൻ്റെ ഒരു ചരിത്രത്തിൽ ഇതേപോലൊരു അജണ്ട ഉണ്ടായി കാണത്തില്ല. കാരണം ഈ AfD എന്ന് പറഞ്ഞ പാർട്ടി, അതായത് ആൾട്ടർനേറ്റീവ് ഫോഴ്സ് ഓഫ് ജർമ്മനി എന്ന് പറയുന്ന സംഭവം, ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന് പറയുന്ന പാർട്ടി ഈ ഒരു ആശയം വെച്ച് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് മാസ് ഡീപ്പോർട്ടേഷനാണ് ഈ പറയുന്നത്. ഡീപ്പോർട്ട് ചെയ്യുക, അവിടെ സിറ്റിസൺ ആയിട്ടുള്ളവരെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഇവർ പറയുന്നു. പണം കൊടുത്ത് ഇവരെ പറഞ്ഞു വിടുക. കാരണം അവിടെ മുസ്ലിങ്ങളെ അവിടെ വെക്കാൻ പറ്റില്ല. ഇതിലാണ് അതിൻ്റെ ക്യാമ്പയിൻ മുഴുവനും പോയിരിക്കുന്നത്. അപ്പം മറ്റുള്ള ഇപ്പം ഇതിനകത്ത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് പാർട്ടി അവരാണ് ജയിക്കുമെന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ചാൻസലർ പാർട്ടി വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോകും. അപ്പം അവരും പറയുന്നത് ഉറപ്പായിട്ടും പുതിയ ബില്ല് കൊണ്ടുവരും, ഈ പറയുന്ന മുസ്ലിങ്ങളെ കൺട്രോൾ ചെയ്യും. പക്ഷേ ഇവർ കടന്ന് ആക്രമിക്കുകയാണ്. അതായത് മുസ്ലിങ്ങളായിട്ട് വന്ന ആൾക്കാരെ തിരിച്ചയക്കും. ഒരു കാരണവശാലും അവിടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഈ ക്യാമ്പയിൻ എന്ന് പറയുന്നത് ഇത് ഗ്ലോബൽ മീഡിയ ഏറ്റെടുക്കാൻ തുടങ്ങി. കാരണം അവർ ഇതേപോലെയുള്ള, കാരണം ഇത് നോക്കുവാണെങ്കിൽ ഭയങ്കര ക്രൂരമാണ്. അതേ ഞാൻ പറയും. കാരണം അവിടെ ജീവിക്കുന്നു, കാരണം എല്ലാവരും ഉത്തരവാദികളൊന്നുമല്ല. ഇതിനകത്ത് പറയുന്ന സംഭവം, ക്യാമ്പയിൻ്റെ അകത്ത് പറയുന്ന കാര്യം, ഇങ്ങനൊരു സംഭവം നടക്കുന്നു ഇവിടെ ജർമ്മനിലെ ആൾക്കാരെ കൊല്ലുന്ന രീതിയിൽ അവിടെ മത തീവ്രവാദികൾ പെരുമാറുമ്പോൾ അവിടെയുള്ള മുസ്ലിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്നില്ല. അവർ പരോക്ഷമായിട്ട് അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ഇത് തന്നെയാണ് ഞാൻ ഈ കേരളത്തെ പറ്റിയും പറയുന്നത്. ഇവിടെ മത തീവ്രവാദികൾ ഈ തലകുത്തി ആടുമ്പോൾ ഇവിടെ മോഡറേറ്റ് എന്ന് പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി അവർ നിശബ്ദമായിട്ട് നിൽക്കുന്നു. ഇത് സെയിം അനുഭവമാണ് ഈ പറയുന്ന ജർമ്മനിലും ഉണ്ടായേക്കുന്നത്. അതുകൊണ്ട് എന്തോ ഈ പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി പറയുന്നത് അവരെയും പറഞ്ഞു വിടുക, ഇവിടെ നിർത്താൻ പറ്റില്ല. അതിനെന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാൻ തയ്യാർ. കാരണം എന്തുവായാലും ഈ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പോലും, ചില പത്രങ്ങൾ പറയുന്നുണ്ട് AfD വരുമെന്ന്, പക്ഷെ ഇവർ വന്നില്ലെങ്കിൽ പോലും ഇവർ എടുത്ത ക്യാമ്പയിൻ അതിശക്തമായ രീതിയിലായിരിക്കും ഇനി ജർമ്മനിൽ ഉണ്ടാകാൻ പോകും. കാരണം തീവ്ര വലതുപക്ഷമാണ്, ഒരു കോംപ്രമൈസും ഇല്ല. കാരണം അവരുടെ മുഖ്യ അജണ്ട ഇത് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവർ അധികാരത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ വളരെ തീർത്ത് പറയാം, ജർമ്മനിയിൽ മുസ്ലിം പള്ളികൾ ഉണ്ടാകില്ല, മദ്രസ ഉണ്ടാകുകയില്ല, ഈ കറുത്ത വസ്ത്രം ധരിച്ചുള്ള പരിപാടി ഉണ്ടാകത്തില്ല. ആ രാജ്യത്ത് ചിലപ്പോൾ ലോകത്താദ്യമായിട്ട് ഖുർആൻ ബാൻ ചെയ്യും, ഇസ്ലാമിൻ്റെ സംഭവം ബാൻ ചെയ്യും. ഇതൊക്കെ ഉണ്ടാകാൻ പോവുക. അതാണ് ഞാൻ പറയുക, ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ സുപ്രധാനമാണ്. അപ്പം അതിൻ്റെയാണ് ഈ പറയുന്ന ഓരോ വേവ്സ് നടക്കുന്നത്. കാരണം ആ രാജ്യത്തെ ആൾക്കാർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ക്യാമ്പയിനിലൊക്കെ പറയുന്നത് ഈ ജർമ്മൻ പത്രത്തിൽ കൂടെ അറിഞ്ഞത്. കാരണം ഇത്രയും പ്രശ്നമുണ്ടായിട്ട് നമ്മളെല്ലാം സഫർ ചെയ്തു. അതിനകത്ത് ഈ പോപ്പിനെയൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നുണ്ട് അതിശക്തമായ ഭാഷയിൽ. അവർ പറയുന്നത് ഇനി ഒരു കാരണവശാലും പോപ്പ് പറഞ്ഞാൽ ഇവർ പറഞ്ഞാലും ഞങ്ങൾ കേൾക്കില്ല, ഞങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ വെക്കാൻ പാടില്ല, കംപ്ലീറ്റ് ബോർഡർ ക്രോസ് ചെയ്യണം, അവിടെയുള്ള പോലീസിലുള്ള മുസ്ലിങ്ങളെ പോലും അവരെ ജോലിയിൽ നിന്നും മാറ്റണം, ഗവൺമെൻറ് സർവീസിലുള്ള മുസ്ലിങ്ങളെ പോലും മാറ്റണം, അവിടെ സിറ്റിസൺ ആയിട്ടുള്ളവരെ പോലും ഡീപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അത്ര ശക്തമായ ഭാഷയിലാണ് പറയുന്നത്. ആരും ഒന്നും പറയാൻ പറ്റുന്നില്ല.
ഈ പറയുന്ന ടിക്കറ്റിൻ്റെ ക്യാമ്പയിൻ വന്നു കഴിഞ്ഞപ്പോൾ ലോക ശ്രദ്ധയായി. അതായത് മനസ്സിലാക്കുക, അതായത് കേരളത്തിലുള്ളവരോടും മലയാളികളോടും മലയാളികളായ മുസ്ലിം കമ്മ്യൂണിറ്റിയോടും പറയുന്ന സംഭവം, നിങ്ങളും ഇത് തന്നെ കേരളത്തിൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ ഈ കൂട്ടര് പറയുമ്പോഴും, ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും, തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുമ്പോഴും, ഇമോജി അടിക്കുമ്പോഴും, അമേരിക്കയിൽ തീ കത്തി അവിടെ ഇന്ത്യക്കാർ സഫർ ചെയ്യുമ്പോഴും നിങ്ങളും മിണ്ടാതിരിക്കുന്നു. നിങ്ങൾ ശബ്ദിക്കണം. ആദ്യം ഇവരെ ഒതുക്കണം, പറ്റില്ല എന്ന് പറയണം, ഇവരെ വീട്ടിൽ കയറ്റരുത്. ഈ രീതി പറയാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിൽ ഈ പറയുന്ന പോലെ സിമ്പിളൊന്നും ആയിരിക്കും ഇതിൽ മുമ്പോട്ടുള്ള പോക്ക്. ഇന്ത്യയുടെ കൂടെ അനുകൂലിച്ച് തന്നെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം, നിങ്ങളെ ഒറ്റപ്പെടുത്തും. എങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഒറ്റപ്പെടുത്തിയത് നിങ്ങൾക്കറിയാമല്ലോ. എന്താണ് BJPക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം നോർത്ത് ഇന്ത്യ കിട്ടിയതിൻ്റെ കാര്യം അറിയാമല്ലോ. റീസൺ ഉണ്ട്. ആ റീസൺ ചിലപ്പോൾ കേരളത്തിലും കയറി അടിക്കും. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഉപദേശമായിട്ട് എടുക്കുക. തീവ്രവാദത്തെ പൂർണ്ണമായിട്ട് വെറുതെ പ്രതിഷേധമൊന്നുമല്ല, ഒരിക്കലും അടുക്കാൻ സമ്മതിക്കരുത്. മദ്രസയിൽ ഈ സാധനം പഠിപ്പിക്കുക, അത് ബാൻ ചെയ്യാൻ പറയണം, പറ്റില്ല എന്ന് പറയണം. അത് പറയാനുള്ള തൻ്റെ ഇടം നിങ്ങൾക്ക് ഇന്നുണ്ടായില്ല എങ്കിൽ വരാനുള്ള ദിവസങ്ങളിൽ ഇതേ അനുഭവം ഇന്ത്യയിൽ നിങ്ങൾക്കുണ്ട്. നോർത്ത് ഇന്ത്യയിലുണ്ടായ അനുഭവം കേരളത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഇത് വേറെ ഞാൻ ചില കാര്യങ്ങൾ പറയാം നിങ്ങളോട്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്കറിയാം, പല സിറ്റികളിലും മുസ്ലിങ്ങൾക്ക് വീട് കൊടുക്കത്തില്ല. പല സിറ്റികളിലും മുസ്ലിങ്ങൾ എന്തെങ്കിലും സംശയമായിട്ട് പോലീസുകാർ പിടിച്ചു കഴിഞ്ഞാൽ, പേര് കിട്ടിക്കഴിഞ്ഞാൽ അവനെ ശരിക്കും ഹറാസ് ചെയ്ത് കളയും. അതിൻ്റെ കാര്യം എന്ത്? കാരണം ഇന്ത്യയിലെ ബോംബും അതും ഇതൊക്കെ ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവസാനം ചെന്ന് വീഴുന്ന ഒരു മുസ്ലിം പേര്. ഇതാണ് അതിൻ്റെ ഇഷ്യൂ. ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ഇത് പഠിച്ചിരിക്കണം. ഇത് പഠിച്ചില്ലെങ്കിൽ വല്ലാതെ അനുഭവിച്ചു പോകും. അതായത് വല്ലാതെ ഐസൊലേഷനായി പോകും. ഇതൊക്കെ ഓരോ പാഠങ്ങളാണ് ജർമ്മനിയൊക്കെ തരുന്നത്. ജർമ്മനി തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യം കയറി ചെയ്യും. അതോടുകൂടി നിങ്ങൾക്ക് എവിടെയും പോകാൻ രാജ്യങ്ങളില്ലാതാകും. ഇതാണ് അതിൻ്റെ വസ്തുത. ഇതെങ്കിലും മനസ്സിലാക്കൂ. ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ ബേസ് എന്താണെന്ന്. നിങ്ങൾ അമേരിക്കൻ തീയിൽ ആഹ്ലാദിച്ചു കഴിഞ്ഞപ്പോൾ വരാൻ പോകുന്ന സംഭവം എന്തുവാണ്? അത് ഇഷ്യൂ ഉണ്ടാകും. ഈ പറയുന്ന പോലെ ഇടതുപക്ഷ ബുദ്ധിജീവികളൊന്നും പറയുന്ന പോലൊന്നും ആയിരിക്കും ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കും. അവസാനം നിങ്ങൾക്കും, അതായത് നിങ്ങൾ മോഡറേറ്റാന്ന് പറഞ്ഞ് ജീവിക്കും, നിങ്ങളെ ഇത് ബാധിക്കും, സീരിയസ് ആയിട്ട് ബാധിക്കും. ഇതൊരു താക്കീതായിട്ട് കണക്കാക്കുക. എന്തുവാണ് ജർമ്മനിയിൽ നടക്കുന്നത്, അത് ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം.